നമസ്കാരം. അമേരിക്കയുടെ മേധാവിത്വത്തിനും ഭീഷണികൾക്കുമെതിരെ രാജ്യാന്തര സമൂഹം ഒന്നിക്കണമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുടെ മുന്നറിയിപ്പ് വിവാദമാവുകയാണ്. യുഎസിന്റെ സമ്മർദ്ദതന്ത്രങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളേണ്ട സമയമായി എന്നും ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കൂട്ടായ്മയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കയുടെ സമാനമായ ഭീഷണികളും സമ്മർദ്ദങ്ങളും നേരിടുന്നവരാണെന്ന് അരാക്ചി ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ കൂടുതൽ ശക്തമായും കൂട്ടായും പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വേദിയിലുള്ള ആർക്കും തന്നെ യുഎസ് മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടം അപരിചിതമല്ല. നമ്മളിൽ പലരും ഒരേ തരത്തിലുള്ള ഭീഷണികളുടെ വിവിധ രൂപങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സങ്കുചിതമായ നിലപാടുകൾക്ക് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ് സ്ഥാനമെന്ന് വ്യക്തമാക്കാൻ നമ്മൾ ഒരുമിച്ച് അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തകർച്ച നേരിടുന്ന സാമ്രാജ്യങ്ങൾ തങ്ങളുടെ അനിവാര്യമായ വിധി തടയാൻ എന്തും ചെയ്യും. മുറിവേറ്റ മൃഗം വീഴുന്നതിന് മുൻപ് അക്രമാസക്തമായി അലറുന്നത് പോലെയാണ് അമേരിക്ക ഇപ്പോൾ എന്നും അബ്ബാസ് അരാക്ചി പറഞ്ഞു വെച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനവും പ്രാദേശിക സുരക്ഷിതത്വവും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബ്ബാസ് അരാക്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു നാഴികക്കല്ലായാണ് ഈ കൂടിക്കാഴ്ച വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദ രാഷ്ട്രീയത്തിനെതിരെ ഒരുമിച്ച് നിലകൊള്ളണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നടത്തിയ ആഹ്വാനം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടന്ന ബ്രിക്സ് യോഗ വേദിയിൽ നിന്നുള്ള ഈ പ്രസ്താവന അമേരിക്കൻ ആധിപത്യത്തിനെതിരെ പുതിയ ശക്തി കേന്ദ്രം രൂപപ്പെടുത്താനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ ബുള്ളിയിങ് ലോകത്തിന് പരിചിതമാണ് എന്ന അരാക്ചിയുടെ പരാമർശം നേരിട്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ മാക്സിമം പ്രഷർ നയത്തിനെതിരായ വെല്ലുവിളിയായിരുന്നു. ഇതോടൊപ്പം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും ആഗോള ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ചബഹാർ തുറമുഖം, എണ്ണ വ്യാപാരം, ബ്രിക്സ് സഹകരണം, ഹോർമൂസ് കടലിടുക്ക് സുരക്ഷ, ഈ 4 വിഷയങ്ങളാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുത്തു കൊണ്ടുവരുന്നത്. എന്നാൽ ഇതിന് ഔദ്യോഗിക സൈനിക സഖ്യത്തിലേക്ക് നീങ്ങുന്നുവോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരവില്ല. കാരണം ഇന്ത്യ ഒരേ സമയം അമേരിക്കയുമായും ശക്തമായ തന്ത്രപ്രധാന ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ്. അതിനാൽ ഇറാനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറാകില്ല എന്നും മറിച്ച് സമതുലിത നയതന്ത്രം തുടരുമെന്നുമാണ് വിലയിരുത്തൽ. എന്നാൽ ഇറാന്റെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ സാമ്പത്തികമായും സൈനികമായും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബ്രിക്സ് രാജ്യങ്ങളെ സ്വന്തം പക്ഷത്തേക്ക് ആകർഷിക്കുകയാണ് ടെഹ്റാന്റെ തന്ത്രം. പ്രത്യേകിച്ച് ചൈനയും റഷ്യയും തുറന്ന പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ പോലും നിഷ്പക്ഷ നിലപാടിൽ നിന്ന് കൂടുതൽ അടുപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിനാലാണ് ഇന്ത്യ വേദിയായ ബ്രിക്സ് യോഗത്തിൽ അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ ഇറാൻ പ്രതികരിച്ചത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നിലപാട് കൂടുതൽ ആക്രമണാത്മകമാണ്. ഇറാനെതിരായ ഉപരോധങ്ങൾ, ഹോർമൂസ് മേഖലയിലെ സൈനിക സമ്മർദ്ദം, എണ്ണ കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങൾ, നാവിക ഉപരോധ ഭീഷണി എന്നിവയിലൂടെ ട്രംപ് ഇറാനെ പൂർണ്ണമായി സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാത്ത പക്ഷം ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അമേരിക്ക ആവർത്തിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിടാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കാരണം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും വ്യാപാര പാതകളും ഹോർമൂസ് കടലിടുക്കുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇന്ത്യ ഇപ്പോൾ അമേരിക്കയെയും ഇറാനെയും ഒരുപോലെ പ്രകോപിപ്പിക്കാതെ മുന്നോട്ട് പോകേണ്ട അതീവ സങ്കീർണ നയതന്ത്ര സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകം പുതിയ ശക്തി സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യ ഇറാൻ ബന്ധം ഇനി ഏഷ്യൻ ശക്തി രാഷ്ട്രീയത്തിന്റെ നിർണായക ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം വിലയിരുത്താൻ.